الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها المدثر قم فأنذر وربك فكبر وثيابك فطهر ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയങ്കരരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾക്കും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ബഹുമാനാദരപൂർവം കീഴ്പ്പെടുവാനും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കാനുള്ള ശ്രദ്ധയും നിരന്തരമായ പ്രാർത്ഥനയും എപ്പോഴും നിലനിർത്തിക്കൊണ്ട് ദുനിയാവിനോട് വിട പറയാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അതിൻ്റെ ആദർശപരമായ അസ്തിത്വത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ്. എന്നാൽ അതുമാത്രമല്ല, ഇസ്ലാം ഏറെ പ്രാധാന്യത്തോടുകൂടി ഈമാനിൻ്റെ ഭാഗമായി മുസൽമാന്റെ ഐഡന്റിറ്റിയായി പരിചയപ്പെടുത്തുന്നതും പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ധാരാളക്കണക്കിന് വചനങ്ങളും ആയി വിശദീകരിക്കുന്നതുമായൊരു മേഖലയാണ് ശുദ്ധി, വൃത്തി, വിശുദ്ധി എന്നിവ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അത്തഹൂറു ശത്രുൽ ഈമാൻ എന്ന വൃത്തി, ശുദ്ധി വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. വൃത്തിയില്ലാത്ത വിശ്വാസം
പൂർണ്ണതയില്ലാത്ത വികലമായ ഈമാനാണ് എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരിക്കൽ പറഞ്ഞത്, ഇന്നൽ ഇസ്ലാമ നളീഫുൻ, ഇസ്ലാം എല്ലാ മേഖലയിലും വൃത്തിയുള്ളതാണ്. ആകയാൽ മുസ്ലിമീങ്ങളെ ഫതനല്ലഫു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും, അത് വ്യക്തിപരമായാലും ഗാർഹികമായാലും പരിസരമായാലും സമൂഹത്തിൻ്റെ ഭാഗമായാലും ഫതനല്ലഫു, നിങ്ങൾ വൃത്തിയുള്ളവരാകുവീൻ. ഫൈനഹു ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ നളീഫ് എന്നാണ്. കാരണം സ്വർഗപ്രവേശനം സാധ്യമാവണമെങ്കിൽ വൃത്തി കൂടപ്പിറപ്പായിരിക്കണം. വൃത്തിയും ശുദ്ധിയും ഇല്ലാത്തവർക്ക് ഫൈനഹു ലാ യദ്ഖുലുൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു മുഅ്മിൻ എന്ന രൂപത്തിൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ആദ്യം നൽകിയ നിർദ്ദേശം, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ, പുതച്ചു മൂടിക്കിടക്കാതെ അലസത വെടിഞ്ഞ് എഴുന്നേൽക്കുവീൻ, എന്നിട്ട് നിങ്ങളുടെ റബ്ബിനെ കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, ചുറ്റുപാടുകൾക്ക് മുന്നറിയിപ്പ് നൽകുവീൻ. റബ്ബക ഫകബ്ബിർ, റബ്ബിന്റെ മഹത്വം നിലനിർത്തുന്നതിന് ഉതകുന്ന രൂപത്തിൽ ജീവിക്കുവീൻ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വസിയാബക ഫതുഹിർ, നീ നിന്റെ വസ്ത്രവും വേഷവും വൃത്തിയായി സൂക്ഷിക്കുകയും വേണം എന്നാ. അപ്പൊ മുഅ്മിനായ ഒരാൾക്ക് മഴക്കാലമാണ്, ജലജന്യ രോഗങ്ങളുടെ സാധ്യതയുണ്ട്, ജലദോഷവും പനിയും പകർച്ചവ്യാധികളും വരാനുണ്ട്, ഈച്ചയും കൊതുകുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് കെട്ടി നിൽക്കുന്ന വെള്ളം തട്ടിക്കളയണം, അത് കുപ്പിയടപ്പിലാണെങ്കിൽ പോലും എന്ന സർക്കാരുകളുടെയോ ആരോഗ്യ വകുപ്പുകളുടെയോ നിർദ്ദേശത്തിന്റെ ആവശ്യമില്ല തന്നെ. കാരണം അത്തഹൂറു ശത്രുൽ ഈമാൻ, ഈമാൻ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ സമൂഹം മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അവരുടെ വൃത്തി കൊണ്ടാണെന്ന്. ഒരു കാലത്ത് അലക്കുക, കുളിക്കുക എന്നിവയൊക്കെ അത്ഭുതമായി ലോകം മനസ്സിലാക്കിയിരുന്ന സമയത്ത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൗലാ നശുക്ക അലാ ഉമ്മത്തി ല അമർത്തഹും ബിസിവാക്കി മഅകുല്ലി സ്വലാത്തിൻ, മറ്റൊരു റിപ്പോർട്ടിൽ മഅകുല്ലി വുളൂഇൻ, എന്റെ സമുദായത്തിന് പ്രയാസകരമാകുമായിരുന്നില്ല എങ്കിൽ എപ്പോഴൊക്കെ നമസ്കരിക്കുന്നുവോ അതിനു മുമ്പൊക്കെ പല്ല് തേക്കണം എന്ന് ഞാൻ അവരോട് പറയുമായിരുന്നു. വഫിരിവായ വമഅകുല്ലി വുളൂഇൻ, എപ്പോഴൊക്കെ വുളൂ ചെയ്യുന്നുവോ അതൊക്കെ പല്ല് തേച്ചുകൊണ്ട് തുടങ്ങണം എന്ന് ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു എന്ന് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നമ്മളെ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുളിക്കൽ ഊസുലു യൗമിൽ ജുമുഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലിം എന്ന് 14 നൂറ്റാണ്ട് മുമ്പ് പഠിപ്പിച്ചു. വെള്ളിയാഴ്ചയെങ്കിലും കുളിക്കൽ ഓരോ മുസൽമാനും നിർബന്ധമാണ് എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വെള്ളിയാഴ്ച കുളിക്കാതെ പള്ളിയിലേക്ക് വരുന്നവനോട് മുസൽമാന്മാർക്ക്, അവരുടെ ആദ്യ തലമുറക്കാർക്ക്, സ്വഹാബത്തിന് താല്പര്യമേ ഉണ്ടായിരുന്നില്ല.
എന്നാണ്. 10 കാര്യങ്ങൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ അല്ലെങ്കിൽ പ്രകൃതിദത്തമായ നിലയിൽ മുസൽമാന്റെ കൂടെയുണ്ടാവണം എന്നു പഠിപ്പിച്ചതിൽ ഒന്ന് അശ്റും മിനൽ ഫിത്ര. 10 കാര്യങ്ങൾ പ്രകൃതിദത്തമായതാണ്, അവ പ്രകൃതിക്ക് യോജിക്കുന്നതാണ്, അവ ആരോഗ്യത്തെ സംരക്ഷിക്കാനുതകുന്നതുമാണ്. ഒന്ന് ഖുസ്സുശാരിബ്, മീശ വളർത്താതിരിക്കുക. വയഫാഉൽ ലിഹ്യ, താടി വളർത്തുക. 3 വസിവാക്ക്, പല്ല് തേക്കുക. 4 ഇസ്തിൻഷാഖു ബിൽ മാ, ഇടക്കിടക്ക് വെള്ളം വായിൽ കൊണ്ട് കൊപ്പിളിച്ചുകൊണ്ടേ ഇരിക്കുക. 5 വഖുസുൽ അൽഫാർ, നഖം വെട്ടിക്കൊണ്ടേ ഇരിക്കുക. പിന്നെയോ വഖുസുൽ ബറാജിം, കൈവിരലുകളും കാൽവിരലുകൾക്കുമിടയിൽ വിയർപ്പോ പൊടിയോ ചളിയോ പറ്റാതിരിക്കാൻ അവയൊക്കെ ഇടക്കിടെ കഴുകിക്കൊണ്ടിരിക്കുക. വനതുഫുൽ ഇബ്ത്, കക്ഷത്തില് രോമം വളരാൻ അനുവദിക്കാതെ ഇടക്കിടക്ക് മാറ്റിക്കൊണ്ടേയിരിക്കുക. വാ ഹൽക്കുൽ ആന, ഗുഹ്യരോമങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുക. വാ ഇന്തിഖാസുൽ മാ, വിസർജനത്തിന് ശേഷം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക എന്നതൊക്കെ ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമെന്നോണം ആയി തന്നെ, എന്നോണമെന്നല്ല, മതവിശ്വാസത്തിന്റെ ഭാഗമായി മതവിശ്വാസികളുടെ ഐഡന്റിറ്റിയായി പ്രത്യേകതയായി 14 നൂറ്റാണ്ട് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. 8 ദിവസത്തിനപ്പുറം നഖം വളരാൻ വിടുന്നത് കറാഹത്താണ് എന്നും ഹറാമാണ് എന്നും പണ്ഡിതാഭിപ്രായങ്ങളുണ്ട്. ഏതായാലും അത് ഹലാലാണ്, അതൊരു നല്ല സ്വഭാവമാണ് എന്ന് ഒരൊറ്റ പണ്ഡിതന്മാരും എഴുതി വെച്ചിട്ടില്ല. നല്ല ഒരു വിഭാഗത്തിന് അഭിപ്രായമുള്ളത് വെള്ളിയാഴ്ചകൾക്ക് ഓരോ വെള്ളിയാഴ്ചയും നഖം വെട്ടൽ മുസ്തഹബാണ് എന്നും 8 ദിവസത്തിനപ്പുറം അത് വളർത്തുന്നത് ഹറാമാണ് എന്നുമാണ്. മറ്റൊരു വിഭാഗത്തിന് പറയാനുള്ളത് ഹറാമൊന്നും അല്ലെങ്കിലും അത് മക്രൂഹാണ്, അത് ഏറ്റവും നല്ലതിന് ഉത്തമമായ സ്വഭാവ ഗുണത്തിന് പെട്ടതല്ല, വിരുദ്ധമാണ് എന്നാണ്. 40 ദിവസത്തിനപ്പുറം ശരീരത്തിലെ രോമങ്ങൾ വളരാൻ വിടരുത്, അതും ഇതുപോലെ ഹറാമാണ്, മക്രൂഹാണ് എന്നൊക്കെ പറഞ്ഞു. ആധുനിക ശാസ്ത്രം നമ്മളോട് പറയുക, ഇതൊക്കെ മനുഷ്യന് ശാരീരികമായ രോഗങ്ങൾ ഉണ്ടാക്കാൻ, രോഗാണുക്കൾ കയറിപ്പറ്റാൻ ഇടയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും, അതുകൊണ്ട് മാറുക എന്നാണ്. ആരോഗ്യ വകുപ്പ് ഇനി തുടങ്ങിക്കൊണ്ടിരിക്കും. വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്, കൊതുക് വളരാൻ അനുവദിക്കരുത്, ജലജന്യ രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് നിർദ്ദേശം നൽകിക്കൊണ്ടേയിരിക്കും. നമുക്കത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്നർത്ഥം. നോക്കൂ നിങ്ങൾ, പല്ല് തേക്കുന്നത് മുതൽ മുന്നോട്ട് പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെയൊക്കെ പഠിപ്പിച്ചത് വ്യക്തിശുദ്ധിയോട് ചേർത്ത് മാത്രമല്ല. പല്ല് തേക്കുക എന്നത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സിവാക്കു മത്ഹറത്തുൽ ലിൽ ഫം, പല്ല് തേക്കുക എന്നത് വായ് വൃത്തിയാവാനും അതോടൊപ്പം മർലാത്തുൽ റബ്ബ്, റബ്ബിന് തൃപ്തിയാവാനും നല്ലതാണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്, പല്ല് തേക്കുന്നത് വായ് വൃത്തിയാവാനും റബ്ബിന് തൃപ്തിയാവാനും ഉത്തമമായ കാര്യമാണ്. പുണ്യകരമായ റബ്ബിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ഇബാദത്തിന്റെ ഭാഗമായിട്ടാണ് ഇസ്ലാം വൃത്തി പഠിപ്പിച്ചത് എന്നർത്ഥം. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മിൻ കറാമത്തിൽ മുസ്ലിമി അലല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി വൃത്തിയാകുന്നു. അതിനനുസരിച്ചാണ് അള്ളാഹു അവന്റെ അടിമകൾക്ക് ആദരവ് നൽകുക എന്നതാണ്. മറ്റൊന്ന്, പള്ളിയിലേക്ക് കയറി വന്ന ഒരാള് കൂലിപ്പണിയെടുത്തിട്ട്, പറമ്പിൽ പണിയെടുത്തിട്ട് ആ വേഷം കൊണ്ട് പള്ളിയിൽ കയറി വന്ന ഒരാളെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇയാൾക്കതൊന്ന് തിരുമ്പി വിളിപ്പിച്ചിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാൻ എന്താ തടസ്സമുണ്ടായിരുന്നു എന്ന് ചോദിച്ചു റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുടി പാറിപ്പറന്ന്, നമ്മുടെ മക്കളൊക്കെ ഇപ്പത്തെ സ്വഭാവം അതാണല്ലോ, മുടി പാറിപ്പറന്ന് എണ്ണയും തെക്കൂല, ചീകും ചെയ്യൂല. എന്തെങ്കിലും ഒരു നാള് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മയിലായും കുയിലായും തലമുടി വെച്ച് ഇവരൊക്കെ കുളിക്കുന്നുണ്ടോ തല കഴുകുണ്ടോ എന്ന് ആർക്കറിയാം. ആ കോലത്തിൽ പള്ളിയിൽ വന്ന ആളെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, അല്ല അമാ വജത്തും ഫീ ബൈതിക്കും ശൈഉൻ യുസക്കിനു ബിഹി ശഅറഹു, അല്ലെന്റെ പൊന്നാര ചങ്ങാതിമാരെ, ആ തലമുടിയിൽ ഒന്ന് എണ്ണ തേച്ചൊന്ന് ചീകി മിനിക്കാൻ നിങ്ങളൊന്നും വീടുകളിൽ ഒന്നുമില്ലേ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നമ്മുടെ ശരീരം, നമ്മുടെ പല്ലുകൾ മുതൽ, നമ്മുടെ ശരീരം മുതൽ, നമ്മുടെ വസ്ത്രം മുതൽ, യാ ബനി ആദം ഖുസൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, നമസ്കാരവേളകളിലെല്ലാം നല്ല മാന്യമായ അലങ്കാരമുള്ള വൃത്തിയുള്ള വെടിപ്പുള്ള വസ്ത്രം ധരിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. എന്താ കാരണം എന്ന് വെച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ ത്വയ്യിബുൻ യുഹിബ്ബു ത്വയ്യിബ, അല്ലാഹു ശുദ്ധനാണ്, ശുദ്ധി മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ. നളീഫുൻ യുഹിബ്ബുൻ നളാഫ, അല്ലാഹു അങ്ങേയറ്റം വൃത്തിയുള്ളവനാണ്, വൃത്തിയാണ് അല്ലാഹുവിന് ഇഷ്ടം. കരീമുൻ യുഹിബ്ബുൽ കറാമ, യുഹിബ്ബുൽ കറമ, അങ്ങേയറ്റം മാന്യനാണ്, മാന്യതയാണ് അല്ലാഹുവിന് ഇഷ്ടം. ജവാദുൻ യുഹിബ്ബുൽ ജൂദ, ഔദാര്യവാനാണ്, ഉദാരത അല്ലാഹുവിന് ഇഷ്ടവുമാണ്. ഫതനല്ലഫൂ അഫ്നിയതകും, റസൂൽ പറയണേ ഫതനല്ലഫൂ അഫ്നിയതകും, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പരിസരം, ശരിക്ക് ഫിനാ എന്ന് പറഞ്ഞാൽ മുറ്റം എന്നർത്ഥം. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ എന്തെങ്കിലും അർത്ഥം പറയാ, നിങ്ങൾ നിങ്ങളുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. ഇപ്പൊ എന്തൊക്കെയായി? ശരീരമായി, വസ്ത്രമായി, വീടായി, നമ്മുടെ ചുറ്റുപാടുകളായി എല്ലാം വൃത്തിയായി സൂക്ഷിക്കണം. കാരണം എന്താണെന്നറിയോ? നളാഫത്തുൽ അബ്ദാനി മിൻ അലാമത്തിൽ ഈമാൻ എന്നാണ്. നളാഫത്തുൽ അബ്ദാനി മിൻ അലാമത്തിൽ ഈമാൻ, വൃത്തി കാത്തു സൂക്ഷിക്കുക എന്നത് ഒരാൾക്ക് ഈമാനുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈമാനുണ്ട് എന്നതിൻ്റെ ലക്ഷണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പള്ളി അടിച്ചുവാരി വൃത്തിയാക്കി കൊണ്ടു നടക്കാൻ ഒരാൾ തന്നെ ഏൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ വായിക്കാൻ കഴിയും. അവരെ 2-3 ദിവസം തുടർച്ചയായി കാണാതായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവരെവിടെ പോയി എന്ന്. സ്വഹാബത്ത് പറഞ്ഞു, അവർ മരണപ്പെട്ടു പോയി. അപ്പൊ റസൂൽ ചോദിച്ചു, അലാ കുന്തും ആദൻതുമൂനിഹ, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ദുല്ലൂനി അലാ ഖബരിഹ, അവരുടെ ഖബറൊന്ന് കാണിച്ചു തരൂ എന്ന് പറഞ്ഞത്. ഫസല്ല അലാ ഖബരിഹ, അവിടെ പോയി അവർക്ക് നമസ്കരിക്കുക പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. അപ്പൊ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, നമുക്കിതെല്ലാം അറിയാം, ഇതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യുന്നുമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി ഇവിടെ പ്രധാനപ്പെട്ടത്, ഇതെല്ലാം വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് നമുക്ക് അഭിമാനമുണ്ടാക്കുന്ന സംഗതിയാണ്. ഒരു മതവിശ്വാസം എന്ന രൂപത്തിൽ ഇത്ര കൃത്യമായി, ഇത്ര സൂക്ഷ്മമായി വൃത്തിയെ കുറിച്ച് വിളംബരം ചെയ്യുന്ന ഒരു മതമില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ, അല്ലാഹുവിന് തൗബ ചെയ്യുന്നവരെയും വിശുദ്ധി നിലനിർത്തുന്നവരെയുമാകുന്നു ഇഷ്ടം. ഏത് പള്ളിയിലാണ് നമസ്കരിക്കേണ്ടത് എന്ന ചോദ്യത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്, ലമസ്ജിദുൻ ഉസിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറൂ വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. തഖ്വക്ക് വേണ്ടി പണിതുയർത്തിയ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിലാണ് അങ്ങ് നമസ്കരിക്കേണ്ടത്. ആ പള്ളിയുടെ പ്രത്യേകത, ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറൂ, ശരീരവും മനസ്സും വസ്ത്രവും പരിസരവും വീടും ചുറ്റുപാടുകളും വൃത്തിയായി കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുള്ള പള്ളിയാണത്. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, അത്തരം വിശുദ്ധരെയാണ് അല്ലാഹുവിന് ഇഷ്ടം. മസ്ജിദ് ഖുബാഇന്, ഖുബാ പള്ളിയെയും ആ പള്ളിയിൽ പങ്കെടുത്തിരുന്ന അൻസാർ ഗോത്രത്തെയും
പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാളോളം ആദരിക്കാനും ബഹുമാനിക്കാനും ഉപയോഗപ്പെടുത്തിയ ആയത്താണ് സൂറത്ത് തൗബയിലെ 108, 107, 108, 109 വചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയുടെ പേരിൽ അള്ളാഹു ആദരിക്കുകയും അള്ളാഹു ബഹുമാനിക്കുകയും ഖിയാമത്ത് നാളോളം അവരെ പുകഴ്ത്താൻ മുസ്ലിമീങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്തപ്പോ ആ മതവിശ്വാസി ഇന്നത്തെ അവസ്ഥ എന്താ നോക്കാണ്. അലക്കാതെ കുളിക്കാതെ ബ്യൂട്ടി പാർലർ അവിടെ ഇവിടെ പോയിട്ട് പള്ളിക്ക് വരാൻ താല്പര്യമില്ല. പള്ളിക്ക് വരുമ്പോ തന്നെ റോഡും പാടവും പറമ്പും മുഴുവൻ അടിച്ചു വാരുന്ന രൂപത്തിലുള്ള വസ്ത്രം, തുണിയാണെങ്കിൽ പോലും നമസ്കരിക്കുമ്പോ പോലും നിലത്ത് വലിച്ചിടച്ച് അതൊരു മാന്യതയായി കാണുന്ന, അതൊരു അന്തസ്സായി കാണുന്ന, അതല്ലെങ്കിൽ വസ്ത്രം നിര്യാണിക്ക് മുകളിലേക്ക് കയറ്റി കൊടുക്കുന്നത് അപമാനമായി തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ പ്രായമായവരിൽ ചിലരും നമ്മുടെ മക്കളും വളർന്നു വരുന്നു എന്നത് ഈ സാഹചര്യത്തിൽ നമ്മൾ ഓർത്തു വെക്കേണ്ടുന്ന കാര്യമാണ്. ഇസ്ലാം അഭിമാനമായി തോന്നാത്തതാണ് അതിന്റെ കാരണം എന്നതാണ് അടിസ്ഥാന വസ്തുത. ഇസ്ലാം നമുക്ക് അഭിമാനകരമായി തോന്നണം, ഈമാൻ നമുക്ക് ഇഷ്ടകരമായി തോന്നണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും. സത്യവിശ്വാസികളുടെ ആദ്യ തലമുറയെ അല്ലാഹു ഇഷ്ടപ്പെടാനുള്ള കാരണമായി അല്ലാഹു പറഞ്ഞത് സൂറത്ത് ഹുജറാത്തിലും വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും. ഈമാനിനെ, അല്ലാഹുവിന്റെ നയനിലപാടുകളെ, റസൂലുള്ളാഹിന്റെ നയനിലപാടുകളെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇഷ്ടവും അതൊരു അഭിമാനവുമായി നിങ്ങൾക്ക് തോന്നിപ്പിച്ചിരിക്കുന്നു. അതാണ് നിങ്ങളെ അല്ലാഹുവിന് ഇഷ്ടപ്പെടാനുള്ള കാരണം. വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. എല്ലാ വിധത്തിലുള്ള നന്ദികേടും എല്ലാ വിധത്തിലുള്ള വൃത്തികേടുകളും എല്ലാ വിധത്തിലുള്ള ധിക്കാരത്തോടും നിങ്ങൾക്ക് അല്ലാഹു വെറുപ്പുണ്ടാക്കി തന്നിരിക്കുന്നു. ഉലൈക ഹുമുർ റാഷിദൂൻ. അവരാണ് വിവേകമതികളായ സന്മാർഗചാരികൾ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. ഫളലം മിനല്ലാഹി വനിഅമ. അത് അല്ലാഹു നൽകുന്ന ഒരു മഹത്തായ ശ്രേഷ്ഠതയും ഔദാര്യവും അല്ലാഹുവിന്റെ അനുഗ്രഹവുമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടതുണ്ട്. കുളിക്കുന്നില്ല, അലക്കുന്നില്ല എന്നൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമില്ല. നമ്മുടെ വീടുകളും പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിക്കുക എന്നത്, നമ്മുടെ ശരീരവും മനസ്സും വൃത്തിയായി സൂക്ഷിക്കുക എന്നത് നമുക്ക് തഅബ്ബുദിയായ ആരാധനാപരമായ ഒരു കാര്യമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഒരു തരത്തിലുള്ള വൃത്തികേടുകളും നമ്മിൽ ഉണ്ടാവാതിരിക്കട്ടെ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ ഇത്തഖുല്ലാഹ വകൂനു ഇബാദല്ലാഹ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും വിധിവിലക്കുകളും ആഴത്തിൽ പഠിച്ച് അവയെ ആദരവോടെ അഭിമാനത്തോടെ ജീവിതത്തിൽ പാലിച്ച് ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ ഒരു കാഴ്ചപ്പാടിനും നേട്ടത്തിനും വേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു എന്നെയും നിന്നെയും അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, വൃത്തി അല്ലെങ്കിൽ ശുദ്ധി അത് രണ്ട് തരമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന ശുദ്ധി രണ്ട് തരമാണ്. ബാത്വിനിയായതും ലാഹിരിയായതും എന്നാണ് അതിന് പണ്ഡിതന്മാർ പറയുക. ആന്തരികമായ ഒരു വൃത്തിയുണ്ട്, ആത്മീയ ശുദ്ധി എന്നർത്ഥം. അത് നമ്മുടെ ആദർശവും അതുമായി ബന്ധപ്പെട്ട ആരാധനകളും ഉൾപ്പെടെ നമ്മുടെ കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ വാക്കും പ്രവൃത്തിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ഖൂലു ഖൗലൻ സദീദ. നിങ്ങൾ വൃത്തിയുള്ള വാക്ക് പറയണം, നല്ല വാക്ക് പറയണം. ചീത്തയായ വൃത്തിയില്ലാത്ത യാതൊന്നും നിങ്ങളുടെ വാക്കുകളിൽ ഉണ്ടാവരുത്. ഇന്ന് നമ്മൾ ഓതിയ ആയത്ത് എന്താണ്? ഫമൻ കാന യർജൂ ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ. കർമ്മം വൃത്തിയുള്ളതാവണം,
കർമ്മം വൃത്തിയുള്ളതാവണം. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, വിശ്വാസവും വൃത്തിയുള്ളതാവണം. ഇന്നമൽ മുശ്രികൂന നജസ് എന്ന് ഖുർആൻ പറയാൻ കാരണം ബഹുദൈവ വിശ്വാസികളെല്ലാം വൃത്തികെട്ടവരാണ് എന്ന അർത്ഥത്തിലല്ല, അവർ ഉൾക്കൊണ്ട വിശ്വാസം വൃത്തിയില്ലാത്തതാണ് എന്ന അർത്ഥത്തിലാണ്. അവരെ തൊട്ടാൽ ഒളുമുറിയും എന്ന അർത്ഥത്തിലല്ല, അവരെ തൊട്ടാൽ ഒളുമുറിയും എന്ന വിശ്വാസവും ശരിയല്ല. പക്ഷേ അവരുടെ ആദർശവും അവരുടെ വിശ്വാസവും വൃത്തിയില്ലാത്തതാണ്, അത് നജസാണ്. അതുകൊണ്ട് നിങ്ങൾ അത് ഏറ്റെടുക്കരുത്. അപ്പൊ നമ്മുടെ വിശ്വാസം വൃത്തിയുള്ളതാവണം, നമ്മുടെ കർമ്മം വൃത്തിയുള്ളതാവണം, നമ്മുടെ വാക്ക് വൃത്തിയുള്ളതാവണം, പിന്നെയോ നമ്മുടെ മനസ്സ് വൃത്തിയുള്ളതാവണം. ഇന്നഫി ജസദിൽ ഇൻസാനി മുദ്ഗ, മനുഷ്യ ശരീരത്തിൽ ഒരു പ്രത്യേക അവയവമുണ്ട്, ഒരു മാംസകഷ്ണം. ഇദാ സ്വലഹത്, അത് വൃത്തിയുള്ളതായാൽ മാത്രമേ സ്വലഹൽ ജസദു കുല്ലു, ശരീരം വൃത്തിയാവുകയുള്ളൂ. വൈദാ ഫസദത്, അത് വൃത്തിയില്ലാത്ത വൃത്തികെട്ടതായാൽ ഫസദൽ ജസദു കുല്ലു, ശരീരം മുഴുവൻ വൃത്തികെട്ടതാകും. അലാ, അതേതാണെന്ന് നിങ്ങൾക്കറിയുമോ? വഹിയൽ ഖൽബ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. നോക്കൂ, നിങ്ങൾ ഓരോ വുളൂവിന് ശേഷവും നമ്മളിൽ പലരും കാണാം ഖിബിലയിലേക്ക് തിരിഞ്ഞ് കൈയുയർത്തിയിട്ടൊരു പ്രാർത്ഥനയുണ്ടല്ലോ, അല്ലേ? മറ്റുള്ളവർ കൈ ഉയർത്താതെയും ഖിബിലയിലേക്ക് തിരിയാതെയും അതേ പ്രാർത്ഥന തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കും. എന്താണ് അതിന്റെ അവസാനം? അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. അല്ലാഹുവേ, തൗബ കൊണ്ട് മനസ്സും കർമ്മങ്ങൾ കൊണ്ട് ശരീരവും വൃത്തിയാക്കുന്നവരുടെ കൂട്ടത്തിൽ, മനസ്സും ശരീരവും വൃത്തിയാക്കുന്ന ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണം. എന്താ കാര്യം? ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹുവിന് അവരെയാണ് ഇഷ്ടം. അപ്പോ നമ്മുടെ ഉള്ളും പുറവും ഒരുപോലെ ശുദ്ധമാവണം. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് തകർന്നാൽ സംഗതി ഇല്ലാതായി. ഇതുകൊണ്ടൊക്കെ കൂടിയാണ് പൊതുസമൂഹത്തോടുള്ള നമ്മുടെ ബാധ്യതയായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത്തഖൂ അൽ മലാഈന സലാസ, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ചീത്തയും ആട്ടും തുപ്പും പിരാക്കും ശാപവും കിട്ടാനിടയുള്ള 3 സ്ഥലങ്ങളുണ്ട്. ആ 3 സ്ഥലങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്? ഫലം കായ്ക്കുന്ന മരത്തിന്റെ, തണലുള്ള മരത്തിന്റെ ചുവട്, പിന്നെ കെട്ടി നിൽക്കുന്ന വെള്ളം, ആളുകൾ നടക്കുന്ന വഴി, ഈ 3 വഴികളും മലിനപ്പെടുത്തരുത്. ഈ 3 സ്ഥലങ്ങളും മലിനപ്പെടുത്തരുത്. പറഞ്ഞാൽ പൊതു ഇടങ്ങൾ മലിനപ്പെടുത്തുന്നവൻ ശപിക്കപ്പെട്ടവനാകുന്നു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിടത്ത്, പിന്നെ കെട്ടി നിൽക്കുന്ന വെള്ളം തട്ടിക്കളയുക, കുപ്പിയടപ്പിലാണെങ്കിൽ പോലും എന്ന ഒരു വകുപ്പിന്റെ, സംസ്ഥാനാരോഗ്യ വകുപ്പിന്റെ നിലപാടല്ല നമ്മളുടേത്. പിന്നെയോ അത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹാഗുരുവിന്റെ നിർദ്ദേശമാണ്. അത് പാലിക്കുന്നതിലൂടെ എനിക്ക് അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കും. അതുകൊണ്ട് ഞാനായിട്ടോ എൻ്റെ കുടുംബമായിട്ടോ ഒരു തരത്തിലുള്ള വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുകയോ നിൽക്കുകയോ ഇല്ല എന്ന് പറയാൻ, എന്ന് വിശ്വസിക്കാൻ, അതിനു വേണ്ടി നിലകൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവസാനമായി പറയാനുള്ളത് ആദ്യം പറഞ്ഞത് തന്നെയാണ്. ഏതാണ്? അൽ ഈമാനു ബിളുഉൻ വസബഊന ശുഅബ, നമ്മുടെ ഈമാൻ 70-ലധികം ശാഖോപശാഖകളായി പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ഒരു വൻ വൃക്ഷമാകുന്നു. ആ വൻവൃക്ഷത്തിന്റെ ഒരു ചില്ലയാണ്, അല്ലെങ്കിൽ പകുതി എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത്തഹൂറു ശത്രുൽ ഈമാൻ, ഈമാന്റെ 69 ഭാഗങ്ങളും ഒരു ഭാഗവും, വത്തഹൂറു ശത്രുൽ ഈമാൻ, മറുഭാഗം വിശുദ്ധിയുമാകുന്നു എന്ന് ഖുർആൻ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ആദ്യം നമ്മൾ ശുദ്ധിയാക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. പിന്നീട് നമ്മൾ ശുദ്ധിയാക്കേണ്ടത് നമ്മുടെ ഇബാദത്തുകളാണ്. മൂന്നാമതായി നമ്മൾ ശുദ്ധിയാക്കേണ്ടത് നമ്മളുടെ കർമ്മമണ്ഡലങ്ങളാണ്. നാലാമതായി നമുക്ക് ശുദ്ധി വേണ്ടത് നമ്മുടെ വാക്ക് സംസാരങ്ങളിലാണ്. അഞ്ചാമതായി ശുദ്ധി വേണ്ടത് നമ്മുടെ ശരീരം, പിന്നീട് നമ്മുടെ വസ്ത്രം, പിന്നീട് നമ്മുടെ വീട്, അതിൻ്റെ പരിസരങ്ങൾ. ഇങ്ങനെ ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതെല്ലാം എന്തായി തീരണം? അത്തഹൂറു ശത്രുൽ ഈമാൻ എന്ന് പറഞ്ഞതുപോലെ അലാമത്തുൽ ഈമാൻ എന്നൂടി പറഞ്ഞു. അത് ഈമാനുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ്. അത്തരം വിശുദ്ധി നേടാൻ ആഗ്രഹിച്ച
സ്നേഹിച്ച് വിശുദ്ധരായി ജീവിച്ച് വിശുദ്ധരായി മരണപ്പെട്ട് വിശുദ്ധരോടൊപ്പം സ്വർഗപ്രവേശനം നേടിയ അംബിയാഇനോടൊപ്പം ഔലിയാഇനോടൊപ്പം ശുഹദാഇനോടൊപ്പം സ്വാലിഹീങ്ങൾക്കൊപ്പം സത്യവിശ്വാസികളുടെ ഉത്തമ തലമുറയായ സ്വഹാബത്തിനൊപ്പം സ്വന്തം നമ്മുടെ മാതാപിതാക്കൾക്കും ഇണകൾക്കും മക്കൾക്കും സഹോദരങ്ങൾക്കും ഒപ്പം ജന്നാത്തുൽ ഫിർദൗസ് അനന്തരമായി ലഭിക്കുന്ന മഹാഭാഗ്യവന്മാരിൽ റബ്ബു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും മാറി നിന്ന് വിശുദ്ധിയുടെ തീരത്ത് വിശുദ്ധമായ വിശ്വാസം വെച്ചുകൊണ്ട് ജീവിക്കാനും മരണപ്പെടാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ വിധത്തിലുള്ള വീഴ്ചകളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും തെറ്റുകുറ്റങ്ങളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് പരിഹാരം ചെയ്യാനും പ്രായശ്ചിത്തം ചെയ്യാനുമുള്ള മനസ്സും ശരീരവും ആരോഗ്യവും ആഫിയത്തും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ചെറുതും വലുതുമായ എല്ലാത്തരം കഷ്ടപ്പാടുകളിൽ പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടുന്ന മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാലിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ വഅജ്ർ വാലിദീനാ വഅഗ്ലിനാ മിനൻ നാർ. اللهم اجعلنا من التوابين واجعلنا من المتطهرين. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم اجرنا واجر والدينا واغننا من النار. اللهم اشف امراضنا وامراض ابنائنا وامراض ازواجنا وامراض والدينا وامراض اخواننا واصدقائنا وعشيرتنا واقاربنا وامراض مرضانا وامراض من اوصانا بالدعاء يا شافي الامراض يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. توفنا مسلمين وألحقنا بالصالحين. وصلى الله وسلم على محمد.